സക്കറിയ പ്രവചനത്തിലെ ക്രിസ്തു എന്ന വിഷയത്തിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ധാരാളം പ്രിയപ്പെട്ടവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ക്ലാസ്സുകൾ നിരന്തരമായി കേൾക്കുകയും തീർച്ചയായിട്ടും പലരും എന്നെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ വളരെയധികം സന്തോഷം രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് സംശയങ്ങൾ ചോദിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ വാട്സപ്പിൽ ആ സംശയങ്ങൾ ചോദിച്ചാൽ കൃത്യസമയത്ത് അതിന് ഉത്തരങ്ങൾ നൽകാനായിട്ട് സാധിക്കും. എല്ലാ പ്രാവശ്യവും നിങ്ങളുടെ കോളുകൾ എടുക്കാൻ എനിക്ക് നിർവാഹമില്ല എന്നുള്ള കാര്യം ഞാൻ വളരെ താഴ്മയോടുകൂടെ അപേക്ഷിക്കുകയാണ്. സക്കറിയ പ്രവചനത്തിലെ ക്രിസ്തു എന്നുള്ള വിഷയത്തിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആശ്വസിപ്പിക്കുന്ന ഇടയൻ എന്നുള്ളൊരു വിഷയമാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് ആവശ്യമാണ്. അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളാണ്. അതിലൊന്ന് ഇതാണ്: ദൈവവിശ്വാസം ഉള്ളതുകൊണ്ടല്ല പള്ളിയിൽ പോകുന്നത്, പള്ളിയിൽ പോകുന്നത് കൊണ്ടാണ് ദൈവവിശ്വാസമുള്ളത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തിൽ വിശ്വാസം ഉള്ളതുകൊണ്ടോ ദൈവം ഉണ്ടെന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടൊന്നും അല്ല പള്ളിയിൽ പോകുന്നത്. പിന്നെ പള്ളിയും സംവിധാനങ്ങളും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിൽ അങ്ങ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ സമൂഹത്തെ തൃപ്തിപ്പെടുത്താനാണ് ഞാൻ പള്ളിയിൽ പോകുന്നത് എന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നു. ചിലരോട് ചോദിച്ച ചോദ്യത്തിന്, ക്രൈസ്തവരായ ചിലരോട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയാണ് ഈ കേട്ടത്. ഞാനൊരു കാര്യം പറയാം, ദൈവവിശ്വാസം എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസമായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. ദൈവമുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു ഗ്രന്ഥമല്ല വേദപുസ്തകം. ദൈവത്തിന് അങ്ങനെ തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനായൊരു ദൈവമുണ്ടെന്ന് ഈ പ്രപഞ്ചം തന്നെ സാക്ഷീകരിക്കുകയാണ്. ദൈവത്തിൻ്റെ നിത്യശക്തിയും ദിവ്യത്വമായി ഈ സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 800 ബില്യൺ പ്ലാനറ്റുകൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നാണ് ശാസ്ത്രം നമ്മളോട് പറയുന്നത്. അതിലൊന്നിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഒരു കാരണമില്ല എന്ന് വിശ്വസിക്കുക എന്ന് പറയുന്നത് അതെന്തൊരു കാര്യമാണ്. നമുക്കറിയാം, ഹോമോസാപ്പിയൻസ് തിയറിയും അതുപോലെ പല തിയറികളും നമ്മുടെ മുമ്പിലുണ്ട്. അതൊന്നും യാഥാർത്ഥ്യമായിട്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതെല്ലാം അപ്രതീക്ഷിതമായി ഉണ്ടായി എന്നൊക്കെ കണ്ണുമടച്ച് വിശ്വസിക്കാനായിട്ട് സാധാരണഗതിയിൽ ആർക്കും സാധിക്കത്തില്ല. എന്നാൽ ആർക്കും കണ്ണുമടച്ച് വിശ്വസിക്കാവുന്നൊരു കാര്യമാണ്, ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, ഇതെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമുണ്ടല്ലോ. നമ്മളല്ലല്ലോ നമ്മളെ നിയന്ത്രിക്കുക. ഞാനിന്ന് രാവിലെ ഈ വൈകിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത് ജീവനോടെ ഇരിക്കുന്നതിൻ്റെ കാരണം എനിക്ക് ജീവൻ ഇന്ന് നിലനിർത്തിയിരിക്കുന്ന ദൈവമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ആ ദൈവത്തിൽ എല്ലാവരും അന്ധമായി വിശ്വസിക്കണം. അച്ഛന്മാരും പാസ്റ്റർമാരും പറയുന്നത് കേട്ട് അത് കണ്ണുമടച്ച് വിശ്വസിച്ച് ആ ദൈവത്തിൻ്റെ പുറകെ പോകണം എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. വേദപുസ്തകം പറയുന്നത് നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നാണ്. എന്തുകൊണ്ടാണ് ദൈവത്തെ കാണാൻ പറ്റാത്തതെന്ന് തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ധന്യനായ ഏകാധിപതിയാണ്, രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്, താൻ മാത്രം അമർത്യതയുള്ളവനാണ്, മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമാണ്. എന്ന് പറഞ്ഞാൽ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് ദൈവം, അൺഅപ്രോച്ചബിൾ ലൈറ്റ്. അപ്പോൾ മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും എന്നുള്ള രണ്ട് കാലഘട്ടത്തിൽ പറയുക. അതായത് ഇതുവരെ ദൈവത്തെ ആരും കണ്ടിട്ടില്ല, ഇനി ആർക്കും കാണാനും പറ്റത്തില്ല. കാരണം ദൈവം അടുത്തുകൂടാത്ത അൺഅപ്രോച്ചബിൾ ലൈറ്റിൽ വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവത്തിന് വ്യക്തിത്വം ഇല്ലാത്തതുകൊണ്ടല്ല, ദൈവത്തിന് ശരീരമില്ലാത്തത് കൊണ്ടല്ല, ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല എന്ന് പറയുന്നത് അൺഅപ്രോച്ചബിൾ ലൈറ്റിൽ ദൈവം കഴിയുന്നത് കൊണ്ടാണ്. എന്നാൽ ആ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തിയ ആളാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു ജഡാവതാരമെടുത്തു എന്ന് പറയുന്ന ഒരു തിയറിയുണ്ട്. അവതാരമെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ചില കൺഫ്യൂഷൻ നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. യേശുക്രിസ്തു ജഡാവതാരം എടുത്തു എന്നല്ല ശരി, വേദപണ്ഡിതന്മാർ പറയുന്നത് ജഡധാരണം എടുത്തു എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യവേഷമെടുത്ത് ലോകത്തിൽ വന്നു, അതാണ് ക്രിസ്തു. അവിടെ ദൈവത്വത്തിന് യാതൊരു കുഴപ്പമില്ല. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ അദ്ദേഹം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. കന്യാമറിയത്തിൻ്റെ ഉദരത്തിലൂടെ ഒരു മനുഷ്യ ശരീരമെടുത്ത് ഈ ഭൂമിയിൽ അദ്ദേഹം ജനിച്ചതാണ്, ജീവിച്ചതാണ് 33.5 വർഷക്കാലം. നമ്മുടെ ഭിത്തിയിൽ തൂങ്ങുന്ന കലണ്ടർ 2025 ഒക്ടോബർ മാസം 6-ാം തീയതി എന്ന് ഇന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ, 7-ാം തീയതി എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ ക്രിസ്തു ഈ ലോകത്ത്
ജനിച്ചതിൻ്റെ അടിസ്ഥാനപരമായ തെളിവാണ്. അത് നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ല. യേശുക്രിസ്തു ഈ ലോകത്ത് ജനിച്ചു ജീവിച്ചു എന്നുള്ളത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്, അല്ലാതെ ഒരു കെട്ടുകഥ ആരെങ്കിലും പറഞ്ഞുണ്ടാക്കിയ ഒരു കഥയല്ല. മാത്രമല്ല, ഈ സംഭവങ്ങളെല്ലാം നടന്ന ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഈ ലോകത്തിലുണ്ട്, ഈ സംഭവങ്ങളെല്ലാം നടന്ന സ്ഥലങ്ങൾ ഈ ലോകത്തിലുണ്ട്. ഇതെല്ലാം കെട്ടുകഥയാണെന്ന് പറയാൻ സാധിക്കത്തില്ല. ഇപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് വന്ന് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്, അവിടെ ദൈവത്തെ ആരും ഒരു നാടും കണ്ടിട്ടില്ല, എന്നാൽ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതാണ് കർത്താവ് ലോകത്തിൽ വന്നപ്പം പറഞ്ഞത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പോൾ ലോകത്തിൽ നമുക്ക് കാണാൻ പറ്റിയ ഒരു ദൈവം, അല്ലെങ്കിൽ ദൈവം ജഡരൂപത്തിൽ ഈ ലോകത്തിൽ വന്ന് മനുഷ്യ ശരീരത്തിൽ ഈ ലോകത്ത് വന്ന് 33 വർഷക്കാലം ജീവിച്ചു. ആ കർത്താവ് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന് മരിക്കാൻ സാധിക്കുമോ എന്നുള്ളത് മനുഷ്യന് ചോദ്യമാണ്. എന്നാൽ ദൈവമല്ല മരിച്ചത്, ദൈവം മനുഷ്യനായപ്പോൾ ആ മനുഷ്യനാണ് മരിച്ചത്. ആ മനുഷ്യത്വത്തിൽ ദൈവം ഉണ്ടായിരുന്നു, ആ മനുഷ്യ ശരീരത്തിൽ ദൈവം ഉണ്ടായിരുന്നു. ദൈവമല്ല മരിച്ചത്, മനുഷ്യനാണ് മരിച്ചത്. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി ഒരു പെർഫെക്റ്റ് മാനായിട്ട് ഈ ലോകത്തിൽ ജീവിച്ചു. ഒന്നാമത്തെ മനുഷ്യൻ ആദാം മുഖാന്തരമാണ് ഈ ദുരന്തം മുഴുവൻ ലോകത്തിനുണ്ടായതെങ്കിൽ ഒടുക്കത്തെ ആദാമായി പെർഫെക്റ്റ് മാനായി ക്രിസ്തു എന്ന ഏക പുരുഷൻ എന്ന് പൗലോസ് പറയുന്നു. എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാതെ പാപരഹിതനായി ഈ ലോകത്ത് ജനിച്ച് ജീവിച്ച ഒരാൾ. യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയ ജനനത്തിൻ്റെ സമയത്ത് പറയുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. അപ്പോൾ ഹോളി സീഡായിട്ട് ഈ ലോകത്തിൽ ജനിച്ച് ജീവിച്ചയാളാണ് കർത്താവായ യേശുക്രിസ്തു. ആ ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ദൈവത്തെ മനുഷ്യന് വെളിപ്പെടുത്തി എന്നുള്ളത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴും പിതാവിനെയോ പരിശുദ്ധാത്മാവിനെ കാണാൻ പോകുന്നില്ല. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ തൃത്വത്തെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുന്ന അവിടെ നമ്മൾ കണ്ടു എന്ന് പറയുന്നത് ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ട പോലെ നിൽക്കുന്നു എന്ന് കണ്ടെന്നുള്ളൂ. ബാക്കി പിതാവിനെയോ പരിശുദ്ധാത്മാവിനെയോ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ സ്വർഗത്തിൽ ചെന്നാലും നമ്മൾ കാണാൻ പോകുന്നത് ക്രിസ്തുവിനെയാണ്. എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ തേജസ്വരൂപനായ ക്രിസ്തുവിനെ. ഇന്നും നമുക്ക് ആ ക്രിസ്തു നമ്മുടെ മധ്യമുണ്ട്, നമ്മളോട് കൂടെയുണ്ട്. ലോകാവസാനത്തിലും എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നാണ് പറഞ്ഞത്. കർത്താവ് മരിച്ചവൻ മാത്രമല്ല, മരണത്തെ ഒന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുമ്പോൾ തന്നെ അവൻ സർവശക്തനായ ദൈവമായതുകൊണ്ട് നമ്മളോടുകൂടെ ഈ ഭൂമിയിലുണ്ട്. ഇനി ഈ ക്രിസ്തു ഇത്രയും തെളിവായി ക്രിസ്തു ലോകത്തിൽ വന്ന് ദൈവത്തെ വെളിപ്പെടുത്തി ദൈവവചനം നൽകി മനുഷ്യവർഗത്തിന് ദൈവം ഒരുക്കിയ രക്ഷാമാർഗത്തെക്കുറിച്ച് വെളിപ്പെടുത്തി, അങ്ങനെ ആ രക്ഷ മനുഷ്യന് ലഭിച്ച് ദൈവത്തിൻ്റെ ആദാമ്യ മക്കൾക്ക് ദൈവത്തിൻ്റെ മക്കളാക്കി തീരാനുള്ള ഒരവസരം ദൈവം ഒരുക്കി. അതാണ് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. ആ വാക്യം വായിക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കണം, യേശുവിനെ കൈക്കൊണ്ട് അല്ലെങ്കിൽ യേശുവിനെ സ്വീകരിച്ച് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. ആ വാക്യം ഒന്ന് ശരിക്കും അനലൈസ് ചെയ്തൊന്ന് പഠിച്ചു നോക്കി. ഒരാൾ അന്ധമായി യേശുവിനെ വിശ്വസിക്കണമെന്നല്ല ഇവിടെ പറയുന്നത്. ആദ്യമായി പറയുന്നത്, നിനക്ക് ദൈവമകനാകണമെങ്കിൽ അതിനുള്ള വഴി ക്രിസ്തുവാണ് തുറന്നത്. നിൻ്റെ പാപത്തിന് പരിഹാരമൊരുക്കി, നിനക്ക് ഇനി പാപമില്ല, നിൻ്റെ പാപത്തിൻ്റെ ശിക്ഷ കർത്താവ് ഏറ്റെടുത്തു. ഇനി പാപിയായതുകൊണ്ട് നിനക്ക് ദൈവത്തിങ്കിലേക്ക് അടുത്ത് വരുന്നതിന് തടസ്സമില്ല. നിൻ്റെ പാപം കർത്താവ് തൻ്റെ ക്രൂശിൽ പരിഹരിച്ചു കഴിഞ്ഞു. എന്നാൽ അങ്ങനെ പരിഹരിച്ചു കഴിഞ്ഞ ആ ഒരു വ്യക്തി ദൈവത്തിൻ്റെ മകനാകണമെങ്കിൽ അതിന് വെച്ചിരിക്കുന്ന പ്രോസസ്സ് ഈ യേശുക്രിസ്തുവിനെ സ്വീകരിക്കണം. യേശുക്രിസ്തുവിനെ സ്വീകരിക്കണമെങ്കിൽ യേശുക്രിസ്തു ഇപ്പോഴ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നേരിട്ട് വന്ന് എന്നെ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. പക്ഷേ വിശ്വാസത്താൽ സ്വീകരിക്കണം. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ആളാണ്. 500-ലധികം പുരുഷന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതൊക്കെ നമുക്കറിയാം. 40 ദിവസത്തോളം പിന്നെ ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചിരുന്ന ആളാണ്. പക്ഷേ ഇന്ന് ലോകത്തിൽ ഒരാൾ ക്രിസ്തുവിനെ സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു ദൃശ്യരൂപത്തിൽ കർത്താവ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ല. പിന്നെന്താ? കർത്താവിനെ വിശ്വാസത്താൽ നമ്മൾ സ്വീകരിക്കണം. അതാണ് പത്രോസ് പറയുന്നത്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റാത്ത ഒരാളെ നമ്മൾ വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നത്? അവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ ദൈവവചനം പഠിച്ച് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തു ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുക, ക്രിസ്തു ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കുക, ക്രിസ്തു ദൈവമാണെന്ന് മനസ്സിലാക്കുക, ആ കർത്താവായ യേശുക്രിസ്തുവാണ് നിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചതെന്ന് മനസ്സിലാക്കുക, അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക.
റോമാലേഖനം 10:9 വായിക്കുന്ന യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റു പറയണം. യേശുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വം എൻ്റെ സ്വന്തം നാവ് കൊണ്ട് ഞാൻ ഏറ്റു പറയണം. എപ്പോഴാണ് ഏറ്റു പറയേണ്ടത്? ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നുവെങ്കിൽ എന്നാണ്. അതായത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന ആളാണെന്നും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ആളാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ യേശുക്രിസ്തു കേൾക്കുമെന്നും പൂർണ്ണ വിശ്വാസത്തോടുകൂടെ കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്ന് ക്രിസ്തുവിനെ എൻ്റെ കർത്താവായി സ്വീകരിക്കുക. അപ്പോൾ അത് വിശ്വാസത്താലാണ്. ഞാൻ യേശുക്രിസ്തുവിനെ നേരിട്ട് കാണുകയല്ല, വിശ്വാസത്താലാണ്. അങ്ങനെ വിശ്വാസത്താൽ ഒരാൾ സ്വീകരിക്കണമെങ്കിൽ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു എന്ന് പറഞ്ഞാൽ ദൈവവചനം കേട്ട് ദൈവവചനം പഠിച്ച് ഒരാൾ വിശ്വസിച്ചിട്ട് വേണം ക്രിസ്തുവിനെ സ്വീകരിക്കാൻ. അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ലോകത്തെമ്പാടും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. അപ്പം പള്ളിയിൽ പോകുന്നത് കൊണ്ടല്ല ദൈവവിശ്വാസം ഉള്ളത്. ഞാൻ തിരിച്ച് പറയാം, ദൈവവിശ്വാസം ഉണ്ടാകുന്നത് കൊണ്ടാണ് പള്ളിയിൽ പോകേണ്ടത്. ആ ദൈവവിശ്വാസം ഒരാൾക്കുണ്ടാകണമെങ്കിൽ പള്ളിക്കാർക്കും അതുപോലെ അച്ഛന്മാർക്കും പാസ്റ്റർമാർക്കും കന്യാസ്ത്രീകൾക്കും സുവിശേഷ പ്രവർത്തകർക്കും എല്ലാം ഉള്ള ഉത്തരവാദിത്വം എന്താണ്? ഈ ക്രിസ്തു ആരാണെന്ന് നിങ്ങളുടെ സഭയിലുള്ള വിശ്വാസികളെ പഠിപ്പിക്കണം, അവരെ മനസ്സിലാക്കിക്കണം. ഓരോ വ്യക്തികളും ക്രിസ്തുവിൻ്റെ കർത്തൃത്വം ഏറ്റെടുത്ത് ജീവിക്കുന്നവരാകണം. അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യാനികളെന്ന് പേരുണ്ടായത് ആർക്കാണെന്നറിയാമല്ലോ? ശിഷ്യന്മാർക്കാണ്, ഡിസൈപ്പിൾഷിപ്പാണ്. യേശുക്രിസ്തുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്തവരെയാ ശിഷ്യന്മാരെന്ന് പറഞ്ഞത്. വഴിയെ നടക്കുന്നവരെ എല്ലാം അല്ല പറയുന്നത്. ഇന്നിപ്പോൾ ലോകത്തിലെ 200 രാജ്യങ്ങളിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ക്രിസ്ത്യാനികളാണ്. ആ ക്രിസ്ത്യാനികളെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് അംഗീകരിക്കുന്നത്. ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതുകൊണ്ടാണല്ലോ അവരൊക്കെ പോകുന്നത്. പക്ഷേ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ സഭയിലുള്ള വിശ്വാസികളെ കൊണ്ടുവരണം. അതിനാണ് ഒരു ആത്മീക നേതൃത്വത്തെ ദൈവം സഭയിലാക്കിയിരിക്കുന്നത്. അത് അച്ഛന്മാരായിക്കോട്ടെ, പാസ്റ്റർമാരായിക്കോട്ടെ, നിങ്ങളുടെ സഭയിലെ ലീഡർഷിപ്പിൽ ആരായിക്കോട്ടെ, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ആളുകളെ വിശ്വാസത്തിൽ വളർത്തിയെടുക്കണം. അത് അന്ധവിശ്വാസത്തിൽ വളർത്തിയെടുക്കുകയല്ല, ക്രിസ്തുവിലുള്ള കേന്ദ്രീകൃതമായ വിശ്വാസത്തിൽ. യേശുക്രിസ്തു ജീവിക്കുന്നവനാണെന്നും അവൻ എൻ്റെ കൂടെ ജീവിക്കുന്നുണ്ടെന്നും യേശുക്രിസ്തു സർവശക്തനായ ദൈവമാണെന്നും ഒരാൾക്ക് പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ അനുഭവമാക്കുകയും കൂടെ വേണം. വിശ്വാസത്താൽ അത് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് ഞാൻ വചനം പഠിക്കുന്നതിലാണ്, സുവിശേഷം കേട്ട് കർത്താവിനെ സ്വീകരിക്കുമ്പോഴാണ് എനിക്കത് മനസ്സിലാകുന്നത്. പക്ഷേ ആ ക്രിസ്തു എന്നിലേക്ക് വന്നു കഴിയുമ്പോൾ, എൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ, ആ ക്രിസ്തു എൻ്റെ കൂടെ ജീവിക്കുന്നതിൻ്റെ ഉജ്ജ്വലമായ ജീവിത അനുഭവങ്ങൾ എനിക്കുണ്ടാവുകയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ തന്നെ ഞാൻ പോകുമ്പോൾ കാണുന്നത്, ട്രൈബൽ മേഖലയിലും അതുപോലെ സാധാരണ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളുടെ ഇടയിലുമൊക്കെ അവർക്ക് ഈ പറഞ്ഞ വലിയ പരിജ്ഞാനമൊന്നും ക്രിസ്തുവിനെക്കുറിച്ചില്ല. പക്ഷേ ക്രിസ്തു അവരുടെ കൂടെ ജീവിക്കുന്നതിൻ്റെ അനുഭവങ്ങൾ അവർക്കുണ്ട്. കർത്താവ് അവരെ സ്പർശിക്കുന്നതിൻ്റെ അനുഭവമുണ്ട്. അതോ അന്ധവിശ്വാസമാണെന്ന് ഞാൻ പറയുകയല്ല, അന്ധവിശ്വാസം വലിയൊരു പ്രചരിപ്പിക്കണമെന്ന് ഞാൻ പറയത്തില്ല. അപ്പോൾ ക്രിസ്തു ജീവിക്കുന്നു നമ്മളിലൂടെ എന്നുള്ള ആ നമ്മളിൽ ക്രിസ്തു വസിക്കുന്നു എന്നുള്ള ബോധ്യത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ യേശുവിനെ കൈക്കൊണ്ട് യേശുവിനെ സ്വീകരിച്ച് അടുത്ത വാക്കെന്താ? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. ഇൻ ഹിസ് നെയിം. ഒത്തിരി പറയാനുണ്ട് ആ നാമത്തിൽ എന്നുള്ളത്. അവൻ്റെ നാമത്തെക്കുറിച്ച് വേദപുസ്തകത്തിലുടനീളം ധാരാളമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സർവശക്തനായ ദൈവം, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവായ ദൈവം, ആ ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് വെക്കുന്നവർക്ക് ജാതിയുടെയോ മതത്തിൻ്റെയോ അതിർവരമ്പുകൾ കൂടാതെ ദൈവമകൻ എന്നുള്ള പദവിയിലേക്ക് വരാൻ പറ്റും. അങ്ങനെ ദൈവമകൻ എന്നുള്ളൊരു പദവിയിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യത്തിൽ വ്യക്തിപരമായിട്ട് ദൈവം ഇടപെടണമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. രണ്ടാമതൊരു ചോദ്യം വരുന്നത്, അത് സാധാരണഗതി നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നൊരു ചോദ്യമാണ്. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുണ്ട്, വേദനകളുണ്ട്, കണ്ണുനീരിൻ്റെ അനുഭവങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ അനുഭവത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ എന്നോടൊരാൾ ഇന്നും ചോദിച്ചൊരു ചോദ്യമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്കും ഭാരങ്ങൾക്കും വേണ്ടി മുട്ടുപായി പ്രാർത്ഥിച്ചിട്ട് ദൈവം കേൾക്കുന്നില്ല, എന്നാൽ കള്ളനും കൊള്ളക്കാരനും ചതിയനും വഞ്ചകന്മാരായ ആളുകൾക്ക് ദൈവം ധാരാളമായി കൊടുക്കുന്നു. ഇത് ശരിയാണോ? നമുക്ക് തന്നെ ഒരു ചോദ്യം ആസാഫ് ചോദിച്ച ചോദ്യമാണ്. ആസാഫ് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ ആസാഫും ദൈവത്തിൻ്റെ സന്നിധി ചെന്ന് ഇത് തന്നെയാണ് ചോദിച്ചത്, ദുഷ്ടന്മാരെ ദൈവം ഇങ്ങനെ അനുഗ്രഹിക്കുന്നു, എനിക്ക് ദുരിതം വരുന്നത് എന്തിനാണെന്ന് നമ്മൾ സാധാരണഗതി ചോദിക്കുന്ന ചോദ്യമാണ്. അതിന് പെട്ടെന്നൊരു ഉത്തരം പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ. ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച്, ഭൂമിയെ സൃഷ്ടിച്ച് ആദമനും ഹവ്വയ്ക്കും കൊടുത്തു. ഏദൻ തോട്ടത്തിൽ വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള അനുഭവമായിരുന്നു. കടബാധ്യതയൊന്നുമില്ലായിരുന്നു, അവർക്ക് പ്രയാസങ്ങളൊന്നുമില്ലായിരുന്നു.
ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയെ ആദവനും ഹവ്വയ്ക്കും കൊടുത്തിട്ട് പറഞ്ഞു, നീ തോട്ടത്തെ കാക്കുകയും അതിൽ വേല ചെയ്യുകയും ചെയ്യണം എന്ന് പറഞ്ഞ് അത് ഏൽപ്പിച്ചതാണ്. പക്ഷേ ആ ഹവ്വയും പിശാചും തമ്മിലുണ്ടായ ഒരു എഗ്രിമെൻറ്റ് എന്ന് ഞാൻ ഒറ്റ വാക്ക് പറയുകയാണ്. പാപത്തിലേക്ക് വീണ് ആ എഗ്രിമെൻ്റ് എന്താ? ഈ പഴം പറിച്ച് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. അപ്പം ദൈവത്തെ പോലെയാകാൻ ശ്രമിച്ചതാണ് ലൂസിഫർ എന്ന് പറയുന്ന ദൂതൻ ശ്രമിച്ചതാണ്. അവനെ പിശാചായിട്ട് നിന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്നത്. അതേ ലൂസിഫർ തന്നെ പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് പിന്നെ ഹവ്വയോട് പറയുകയാണ്, ഈ പഴം പറിച്ച് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. അങ്ങനെ പിശാചും ലൂസിഫറും ഹവ്വയും നടന്ന എഗ്രിമെൻറ്റിൽ ഈ ദൈവം കാക്കാൻ ഏൽപ്പിച്ച തോട്ടം, ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്ന ആ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അത് പിടിച്ചു പറിച്ച് സാത്താൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ ആദമും ഹവ്വയും പിശാചിൻ്റെ അടിമത്തത്തിലേക്ക് പോയെന്ന് മാത്രമല്ല, ഈ പ്രപഞ്ചം മുഴുവൻ പിശാചിൻ്റെ അടിമത്തത്തിലേക്ക് പോയി. അങ്ങനെ ദുരന്തങ്ങൾ ഇവിടെ ഉണ്ടായി. മുള്ളും പറക്കാരയോടെ ഒന്നും പുളയ്ക്കപ്പെട്ടു. ദൈവത്തിൻ്റെ ന്യായവിധിയാണത്, ഞാൻ സമ്മതിച്ചു. പക്ഷേ സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്നാണ് വേദവസം പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം എല്ലാവരും മനസ്സിലായിക്കോണം, ക്രിസ്തു ഈ ലോകത്തിൽ കർത്താവായ യേശു ക്രിസ്തു വന്നത് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ്. നമുക്കെല്ലാം സാമ്പത്തികമായ നന്മകൾ ഉണ്ടാക്കി തരാൻ വേണ്ടിയല്ല ക്രിസ്തു വന്നത്, നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ്. ക്രിസ്തു ക്രൂശിൽ മരിച്ചതിൻ്റെ ലക്ഷ്യവും പാപപരിഹാരമാണ്. അദ്ദേഹം മരിച്ചു, അടക്കപ്പെട്ടു, പാപപരിഹാര പ്രക്രിയ ഉണ്ടായി. ഇന്ന് സുവിശേഷം പ്രസംഗിച്ച് ഈ ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നൊരു ദൈവത്തിൽ പാപപരിഹാരം പ്രാപിച്ചവനായി ഒരു ദൈവമകനായി ലോകത്ത് ജീവിക്കാം. പക്ഷേ ലോകം ആരുടെ കീഴിലാണ് കിടക്കുന്നത്? ദുഷ്ടൻ്റെ അധീനതയിലാണ്, പിശാചിൻ്റെ അധീനതയിലാണ്, അവൻ്റെ പൈശാചിക ദൂതന്മാരുടെ കീഴിലാണ്. ദൈവത്തിൻ്റെ കൺട്രോളിൽ നിന്ന് പിശാചിൻ്റെ കയ്യിലേക്ക് ഇത് പോയിരിക്കുക. ഈ ഭൂമിയെ കർത്താവ് ഇനി പിടിച്ചെടുക്കും. കർത്താവ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, അവൻ സമുദ്രത്തിന്മേൽ കാല് വെച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെ പിടിച്ചെടുക്കാൻ പോവുകയാണ്. അധികാരം കയ്യിലേറാൻ പോവുകയാണ്. ഇപ്പോൾ സകല ഭൂമിയുടെ ആധാരം പിതാവായ ദൈവം തൻ്റെ പുത്രൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ യെശയ്യാ പ്രവചനം 35-ാം അധ്യായത്തിൽ വായിക്കുന്നത്, മരുഭൂമിയും വരണ്ട നിലവുമൊക്കെ ആനന്ദിക്കും. ഈ ഭൂമിയെ തന്നെ മറ്റൊരു മനോഹരമായ ഭൂമിയായിട്ട്, ശാപവിമുക്ത ഭൂമിയായിട്ട് ക്രിസ്തു മാറ്റും. എന്നിട്ട് ആ ഭൂമിയിലാണ് കർത്താവ് 1000 വർഷം രാജാവായിട്ട് ഭരിക്കാൻ പോകുന്നതെന്ന് വെളിപ്പാട് പുസ്തകം പഠിച്ചാൽ അറിയാം. അപ്പോൾ അതിനു മുമ്പ്, അതായത് ഈ ഭൂമിയുടെ പുനരുത്ഥാനത്തിനും ഭൂമിയുടെ നാശത്തിനും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് മനുഷ്യൻ പാപം ചെയ്യുന്നതിൻ്റെ പേരിൽ ദുരന്തത്തിൽപ്പെട്ടു. ഇനി ആ ഭൂമി ഒരു വീണ്ടെടുപ്പിന് വേണ്ടി, റോമാലേഖനത്തിൽ വായിക്കുന്ന ഭൂമി ഈറ്റുനോവോടെ ഇരിക്കുന്ന ഒരു വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. മശിഹായി ലോകത്തിൽ കാലുകുത്തി ഈ ഭൂമിയുടെ ശാപം മാറ്റാൻ വേണ്ടി ഈ ഭൂമി വളരെ കാത്തിരിക്കുകയാണ്, ഈ പ്രപഞ്ചം കാത്തിരിക്കുകയാണ്. ഇന്ന് ഈ ഭൂമി ചില പ്രകടനങ്ങളൊക്കെ കാണിക്കുന്നത്, ചില പൊട്ടിത്തെറികളൊക്കെ കാണിക്കുന്നത് അതിൻ്റെ അസഹിഷ്ണുത വെളിപ്പെടുത്തുകയാണ്. കൊടുങ്കാറ്റുകളും പേമാരിയും ഭൂകമ്പങ്ങളും ഒക്കെ ഭൂമിക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണ്. ശാപകരമായി മനുഷ്യൻ്റെ പാപം ഈ ഭൂമിയുടെ മേൽ പ്രകടമാക്കപ്പെടുന്നത് കൊണ്ട് അതിൻ്റെ അനന്തരഫലം അനുഭവിക്കുന്നതിൻ്റെ ദുരന്തമാണ് പലപ്പോഴും അസഹിഷ്ണുതയിലൂടെ ഭൂമി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ക്ഷാമവും ഭൂകമ്പവും ഒക്കെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ക്രിസ്തു കാലുകുത്തുമ്പോൾ മരുഭൂമിയും വരണ്ട നിലവും എല്ലാം ആനന്ദിക്കാൻ പോവുകയാണ്. 1000 വർഷം മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ ശത്രുതയില്ലാതെ ഒരു കൊച്ചു അണലിയുടെ പൊത്തിൽ പോയി കൈയിടുമെന്നാണ് പറഞ്ഞത്. സിംഹം പുള്ളിപ്പുലിയോടുകൂടെ, കുഞ്ഞാട് ഒക്കെ പുള്ളിപ്പുലിയോടുകൂടെ, സിംഹത്തോടുകൂടെ ഒക്കെ ജീവിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണ് ക്രിസ്തു ഈ ലോകത്തിൻ്റെ രാജാവാകുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. 5 ലോക സാമ്രാജ്യങ്ങൾ ഈ ലോകത്തെ ഭരിക്കുമെന്ന് ദാനിയേൽ പ്രവാചകന് വെളിപ്പെട്ടു. അതിൽ 4 സാമ്രാജ്യത്തിൻ്റെ ഭരണം പൂർത്തീകരിക്കപ്പെടാൻ ഇനി അല്പകാലം കൂടിയുണ്ട്. റോമാ സാമ്രാജ്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗമായ എതിർ ക്രിസ്തുവിൻ്റെ ഭരണം കൂടെ 7 വർഷം ഈ ലോകത്ത് നടക്കണം. അതിനുശേഷം 5-ാം ലോക സാമ്രാജ്യം ലോകം ഭരിക്കാൻ പോകുന്നു. അത് കൈതൊടാത്ത കല്ലെന്ന നിലയിൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ഇപ്പം നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമി ശാപകരമായ ഭൂമിയാണ്, ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്ന ഭൂമിയാണ്. ഇവിടെ നമ്മൾ അധ്വാനിച്ച് ജീവിക്കാനാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ ഭൂമിയിൽ സമ്പത്ത് കെട്ടിപ്പടുക്കാനും ഒക്കെ നമ്മൾക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യാം. മനുഷ്യൻ്റെ കഴിവുണ്ട്. ദൈവം പ്രത്യേകിച്ച് ഈ ഭൂമിയിൽ ചിലരെ സമ്പന്നരാക്കുകയോ ചിലരെ ദരിദ്രരാക്കുകയോ ഒന്നും ചെയ്യുന്നത്. അങ്ങനെയുള്ള ദൈവം നമുക്ക് വിളിക്കാൻ പറ്റുമോ? വിശ്വാസികളിൽ തന്നെ സമ്പന്ന വിശ്വാസികളും ദരിദ്ര വിശ്വാസികളുണ്ട്. ഇത് ദൈവമാണ് ചെയ്യുന്നതെന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ പാവപ്പെട്ടവരായ ദരിദ്രന്മാരായ സാമ്പത്തികമില്ലാത്ത വിശ്വാസികൾ എത്ര ആത്മീയ കാഴ്ചപ്പാടുള്ള ആളുകളുണ്ട്. വളരെ സമ്പന്നന്മാരായ ആളുകൾ ഒരു കാഴ്ചപ്പാടും ഇല്ലാത്തവരും കാഴ്ചപ്പാടുള്ളവരും ഇല്ലേ?
അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഭൗതിക അനുഗ്രഹമല്ല, ആത്മീയ അനുഗ്രഹമാണ്. ഭൗതിക അനുഗ്രഹം കർത്താവ് പുതിയ നിയമത്തിൽ വെച്ചിരിക്കുന്ന വ്യവസ്ഥ, കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന അറിയാൻ മേലാത്തവരാരും ഇല്ലല്ലോ. ആ പ്രാർത്ഥനയ്ക്കകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഇന്നത്തെ ക്രിസ്ത്യാനികളോട് ഞാൻ ചോദിക്കട്ടെ, ഇന്നിങ്ങനെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ട ആരെങ്കിലും ഇന്ന് ഉണ്ടോ? അത്യപൂർവമേ കാണത്തുള്ളൂ. നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്നെന്ന് എനിക്കറിയാം. കാരണം അന്നത്തെ ദിവസത്തെ ആഹാരം കിട്ടിയെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് നമുക്ക് തലമുറകൾക്ക് വേണ്ടി ഇട്ടുമൂടാനുള്ള സ്വത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് കർത്താവെ ഇന്നത്തെ ആഹാരം തരണമേ എന്ന് പറയുന്ന ആ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രസക്തി ഒന്നുമില്ല. പക്ഷേ കർത്താവിനോട് ചോദിച്ചാൽ കർത്താവിനോട് ഇത്ര പ്രമാണമുള്ളൂ, ഇന്നത്തെ ആഹാരം തരണമേ, നാളത്തെ കാര്യം നാളത്തെ ദിവസം തനിക്കായി കരുതിക്കൊള്ളൂ എന്നാണ് ദൈവം പറഞ്ഞത്. അതുകൊണ്ട് കടബാധ്യതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉള്ളവർ മറ്റുള്ളവരെ നോക്കി ഭാരപ്പെടേണ്ട. നിങ്ങൾ ദൈവമക്കളാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ കർത്താവിനോട് പറയുക. ദൈവമക്കൾക്ക് പ്രത്യേകമായ പരിഗണന ദൈവം നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവത്തിന് ലോകത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളിൽ പ്രത്യേകതയൊന്നും കാണിക്കാൻ പറ്റത്തില്ല. അപ്പം ദൈവം സ്നേഹവാനായപ്പോൾ തന്നെ നീതിമാനായ ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ അധ്വാനിച്ച് തന്നെ നമ്മൾ ഈ ലോകത്ത് ദൈവമക്കളാണെങ്കിലും ജീവിക്കണം. എന്നാൽ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ നമ്മൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ആരും നമ്മളെ സഹായിക്കാനില്ലാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമ്മളെ വിടുവിക്കും എന്നുള്ളതിന് എൻ്റെ ജീവിതത്തിൽ ഉദാഹരണമുണ്ട്. നൂറുകണക്കിന് ഉദാഹരണങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതുകൊണ്ട് അങ്ങനെ വേദനിക്കുന്നവരോട് പറയുന്നത്, നിങ്ങൾക്ക് കടബാധ്യത കൊണ്ട്, നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട്, ചില പ്രത്യേക രോഗങ്ങൾ കൊണ്ടൊക്കെ നിങ്ങൾ വളരെ കഷ്ടതയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ കഷ്ടത ദൈവം അനുവദിച്ചിട്ട് നമുക്ക് തരുന്നതാണെന്നുകൂടെ മനസ്സിലാക്കണം. കഷ്ടം അനുഭവിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അല്ലെ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനൻ, കൊള്ളാവുന്നവനായി തെളിയും. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നത് കഷ്ടങ്ങൾ നമ്മൾ സന്തോഷിക്കണം. വത്തിക്കാൻ പുറത്തുവിട്ട ഒരു കണക്കനുസരിച്ച്, കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കണക്കനുസരിച്ച് ലോകത്തിലെ 37% വരുന്ന ക്രിസ്ത്യാനികൾ അതിഭയങ്കരമായ പീഡനങ്ങളിലൂടെ കടന്നു പോകുക. നമ്മൾ ഉദ്ദേശിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയോ ഒന്നുമല്ല. ഇവിടുത്തെ ഇപ്പോൾ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ളവരെ ആളുകളെ വിളിച്ചുകൂട്ടി വലിയ പരിപാടികൾ നടത്തുന്ന അത്ഭുത പ്രവർത്തനമാണല്ലോ നടക്കുന്നത്. രോഗം മാറാൻ, അങ്ങനെ ഭൗതിക കാര്യത്തിന് വേണ്ടിയാണല്ലോ നമ്മളെല്ലാം ഇങ്ങനെ ലോകത്തിൽ പലയിടത്തും പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു അച്ഛനോ പാസ്റ്ററോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? യുക്തിപരമായിട്ട് ചിന്തിക്കും. നിങ്ങൾക്ക് കടബാധ്യതയുണ്ട്, നിങ്ങൾക്ക് രോഗമുണ്ട്, നിങ്ങൾക്ക് പ്രയാസമുണ്ട്. നിങ്ങൾ ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുന്ന പോലെ നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുമോ? മറ്റുള്ളവർ പ്രാർത്ഥിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ വന്നപ്പോൾ ഞാൻ നെഞ്ചുപൊട്ടി കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എനിക്ക് ഉടനടി അതിന് മറുപടിയും ലഭിച്ചു. ദൈവമകനാണെങ്കിൽ നമുക്കതിന് മറുപടി കിട്ടും. കാരണം അത് മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് വില എവിടാന്ന് ചോദിച്ചാൽ ഞാനാണ് ആവശ്യക്കാരൻ. എനിക്കാണ് കടബാധ്യത മാറേണ്ടത്, എനിക്കാണ് രോഗസൗഖ്യം മാറേണ്ടത്. മറ്റുള്ളവരൊക്കെ ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ പേരിൽ ദൈവത്തിൽ പ്രാർത്ഥിക്കുക. ദൈവം പറഞ്ഞിട്ടുണ്ട് നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഭ പ്രാർത്ഥിക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ ദൈവത്തിന് പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ പ്രാർത്ഥന എങ്ങനെ ദൈവം കേൾക്കുന്നത്? അതുകൊണ്ട് ദൈവമക്കളുടെ പ്രാർത്ഥന വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. പ്രാർത്ഥന ചില ദൈവദാസന്മാരുടെയും നിങ്ങളെക്കാൾ വിശ്വാസമുള്ള ആളുകളുടെയൊക്കെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് വരാം. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ലോകത്തിൽ ആരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും നിങ്ങൾ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്ന് ഉറപ്പാകണമെങ്കിൽ നിങ്ങളൊരു ദൈവ പൈതലായി ലോകത്ത് ജീവിക്കാനായിട്ട് സാധിക്കണം. വേറൊരു ചോദ്യം എന്ന് പറയുന്നത്, വിസ്തരിക്കാൻ പോയ ഇന്നത്തെ ക്ലാസ് നടക്കത്തില്ല, ഇല്യൂഷൻ തിയറിക്കാരാണ്, എല്ലാം തോന്നലാണെന്നാണ് അവർ പറയുന്നത്. സ്വപ്നം കാണുന്ന യാഥാർത്ഥ്യവും നമ്മൾ കാണുന്നതെല്ലാം തോന്നലുമാണ്. അതിനൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. വട്ടുതരമെന്നല്ലാതെ വേറൊന്നും പറയാനായിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ കൺമുമ്പിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. ദൈവവചനവും യാഥാർത്ഥ്യമാണ്, ദൈവവും യാഥാർത്ഥ്യമാണ്, പ്രപഞ്ചവും യാഥാർത്ഥ്യമാണ്, ക്രിസ്തു മടങ്ങി വരുമെന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇന്ന് നമ്മൾ തുറന്നുള്ള സമയം ചിന്തിക്കാൻ പോകുന്നത് ആശ്വസിപ്പിക്കുന്ന ക്രിസ്തു എന്നുള്ളതാണ്. സഖറിയാ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വളരെ വേഗത്തിൽ പറയാം. ആശ്വസിപ്പിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണുകയാണ്, ഒരു ഇടയനെ കാണുകയാണ്. അവിടെ അതിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ, യഹോവ എന്നോട് സംസാരിക്കുന്ന ദൂതനോട് നല്ല വാക്കും ആശ്വാസകരമായ വാക്കും അരുളി ചെയ്തു. ഈ ലോകത്തിൽ ഒരിടത്തും നമുക്ക് ആശ്വാസകരമായ വാക്ക് കേൾക്കാനായിട്ടില്ല. എവിടെയും നെഗറ്റീവായിട്ടുള്ള വാക്കുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, നിഷേധാത്മകമായ വാക്കുകളാണ്.
ഇന്ന് നമ്മുടെ യുവതലമുറ പറയുന്ന ഒരു പരാതിയുണ്ട്. കാരണം അവർ വളരെ ആഴ്ചയിൽ 6 ദിവസം കഠിനാധ്വാനം ചെയ്താണ് ജീവിക്കുന്നത്. ഇന്നത്തെ ജോലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഏത് മേഖലയിലാണേലും വളരെ വളരെ സമ്മർദ്ദത്തിൽ അധിഷ്ഠിതമായിട്ടാണ് അവർ ജീവിക്കുന്നത്. അവരൊരു സമാധാനത്തിന് വേണ്ടിയാണ് ഞായറാഴ്ച ആരാധനയ്ക്ക് വരുന്നത്. അവിടെ സ്വസ്ഥതയില്ല. അച്ഛന്മാർ തമ്മിൽ പ്രശ്നം, പള്ളിക്കാർ തമ്മിൽ പ്രശ്നം, പാസ്റ്റർമാർ തമ്മിൽ പ്രശ്നം, വിശ്വാസികളും പ്രശ്നം. അപ്പോൾ സഭയെന്ന് പറയുന്നതിന് ഒരു ആശ്വാസ കേന്ദ്രമായി മാറുന്നില്ലെങ്കിൽ നമ്മുടെ യുവതലമുറകളൊന്നും അവിടെ നിൽക്കത്തില്ല. അല്ലെങ്കിൽ യുക്തിവാദികളെയോ നിരീശ്വരവാദികളെയോ പിന്നെ ഇവല്യൂഷൻ തിയറിക്കാരെയോ പിന്നെ മറ്റ് ആളുകളെയൊന്നും കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. നമ്മൾ കുഞ്ഞുങ്ങൾ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് ദേവാലയത്തിലേക്ക് വരുന്നതെങ്കിൽ അവർക്കത് അവിടെ ലഭിക്കാൻ സാധിക്കണം. നമ്മുടെ പ്രഭാഷണങ്ങളിലൂടെ അവർക്കൊരു ആശ്വാസം കിട്ടണം, ഒരു ധൈര്യം കിട്ടണം. സഭയിലേക്ക് വരുന്നവൻ വളരെ പ്രയാസത്തോടെ, ജീവിതത്തിൽ കുറവുകളും കുറ്റങ്ങളും പോരായ്മകളും എല്ലാവർക്കും ഉണ്ട്. ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ അവരുടെ ജീവിതത്തിലൊരു തെറ്റുകൾ സംഭവിച്ചെന്നും പറഞ്ഞ് നിങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ചെറുപ്പക്കാരനെ ചൂഷണം ചെയ്യുന്ന തരത്തിലേക്ക് മാറാതെ അവനെ ആശ്വസിപ്പിച്ചു വിടണം. കർത്താവിൻ്റെ ഒരു പ്രത്യേകത ഏതാണ്? യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ നമുക്കറിയാമല്ലോ, വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടൊരു സ്ത്രീയെ കൊണ്ടുവന്നു. കർത്താവളെ ആശ്വസിപ്പിച്ച് വിട്ടല്ലോ. സ്ത്രീയെ, ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്. മറ്റുള്ളവർക്ക് ആശ്വാസമായിട്ട് നമ്മൾ മാറണം. ഇവിടെ ക്രിസ്തു ആശ്വാസപ്രദനാണ്. നമ്മൾ വായിക്കുന്നത് അവൻ ആശ്വാസകരമായ വാക്ക് അരുളി ചെയ്യുന്നു. ഈ തിരുവെഴുത്ത് വായിക്കുമ്പോൾ ഞാൻ എല്ലാവരോടും പറയട്ടെ, മറ്റാരുടെയൊക്കെ, എൻ്റെ പ്രസംഗം ഉൾപ്പെടെ ആരുടെയൊക്കെ പ്രസംഗം നിങ്ങൾ കേൾക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം പകരുന്നതാണ് നിങ്ങൾ തന്നെ ഈ വേദപുസ്തകം ഒന്ന് വായിച്ചു നോക്കി. പുതിയ നിയമം പഴയ നിയമം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് ആശ്വാസപ്രദമായി സംസാരിക്കും. നിങ്ങളുടെ ഹൃദയത്തിന് വലിയ സന്തോഷമുണ്ടാകും. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഞങ്ങളുടെ ഒന്നും പ്രഭാഷണം കേൾക്കരുതെന്നല്ല ഈ പറയുന്നത്. പക്ഷേ നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്കി, എന്തൊരാശ്വാസം. അതുകൊണ്ട് കർത്താവ് ആശ്വാസപ്രദനാണ്. രണ്ടാമത് കർത്താവിനെക്കുറിച്ച് വായിക്കുന്നത് അവൻ തീഷ്ണതയോടെ എരിയുന്നത് കർത്താവാണ്. 15-ാം വാക്യം. നമുക്ക് വേണ്ടി തീഷ്ണതയോടെ എരിയുന്ന, നമുക്ക് വേണ്ടി നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ അവൻ നമുക്ക് വേണ്ടി തന്നതാണ്. സഭയെ കർത്താവ് എങ്ങനെയാണ് സ്നേഹിച്ചത്? എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചത്? അവൻ അവൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഈ ഭൂമിയിൽ വന്ന് ഒരു പാപവും ചെയ്യാതെ ജീവിച്ചിട്ടും നമ്മുടെ എല്ലാം അകൃത്യം യഹോവ അവൻ്റെ മേൽ ചുമത്തിയപ്പോൾ അതെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ച് ആ ക്രൂശ് മരണം കർത്താവ് ആവേശത്തോടെ ഏറ്റെടുത്തത് സഭയ്ക്ക് വേണ്ടിയാണ്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. തീഷ്ണതയോടെ. അതുകൊണ്ട് നമ്മളെ രക്ഷിക്കുക മാത്രമല്ല ദൈവത്തിൻ്റെ പദ്ധതി, സ്വർഗത്തിലെത്തിക്കുക എന്നുള്ളതും നമ്മളെ സംരക്ഷിക്കുക എന്നുള്ളതും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ട് അവൻ തീഷ്ണതയോടെ നമുക്ക് വേണ്ടി എരിയുന്ന ദൈവം. അതുകൊണ്ട് നമുക്ക് വേണ്ടി തീഷ്ണതയോടെ എരിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കണം. മൂന്നാമത് നമ്മൾ പറയുന്നത്, നമ്മുടെ 16-ാം വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ ഈ വാക്യങ്ങൾ സഖറിയ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 17 വരെ നിങ്ങൾ ധ്യാനിക്കുക. മൂന്നാമത്തെ കാര്യം ഇവിടെ കാണുന്നത്, ഞാൻ കരുണയോടെ യെരുശലേമിലേക്ക് തിരിച്ചിരിക്കുന്നു. നമ്മളോട് കരുണ കാണിക്കുന്ന ഒരു ദൈവം. കൃപയും കരുണയും നമ്മുടെ ജീവിതത്തിൽ നിരന്തരം അനുഭവിച്ച് നമ്മൾ പോവുകയാണ്. കൃപയെന്ന് പറയുന്നത് നമുക്ക് അർഹിക്കേണ്ട കാര്യം നമുക്ക് നൽകുന്നില്ലെന്നുള്ളതാണ് കൃപ. നമുക്ക് അർഹിച്ചതാണ് നിത്യമായ നരകം, ന്യായവിധി. എന്നാൽ കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടപ്പോൾ നരകശിക്ഷയിൽ നമ്മൾ വിടുതൽ പ്രാപിച്ചു. നമ്മളെ ശിക്ഷിക്കേണ്ട ശിക്ഷയിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നതിനാണ് കൃപയെന്ന് പറയുന്നത്. എന്നെ ശിക്ഷിക്കേണ്ട ശിക്ഷ കർത്താവ് എനിക്ക് തരുന്നില്ല. ചില അവിശ്വാസികൾ തെറ്റുകളുടെ കൂമ്പാരങ്ങളായിട്ട് നടക്കുമ്പോൾ ദൈവം എന്നെ ശിക്ഷിക്കുന്നില്ലോ എന്ന് വലിയ ധൈര്യം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ശിക്ഷിക്കാത്തത്? അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ദൈവം കൃപ കാണിക്കുന്നവനാണ്, കരുണ കാണിക്കുന്നത്. നമുക്ക് കിട്ടേണ്ടത് നമുക്ക് ന്യായമായി ലഭിക്കേണ്ടത് നമുക്ക് തരാതിരിക്കുന്നതിനാണ് കൃപ. കരുണയെന്ന് പറയുന്നത് നമുക്ക് തരേണ്ടത് തരിക എന്നുള്ളതാണ് കരുണ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ കരുണയോടെ ഇടപെടുന്നു. അർഹതയില്ലാത്ത ആ ദാനങ്ങൾ ദൈവം നമുക്ക് തരുന്നു, നമ്മളോട് കരുണ കാണിക്കുന്നു. എന്തൊരു അത്ഭുതമാണ് നമ്മുടെ ജീവിതത്തിൽ. മാത്രമല്ല 16-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിൽ അവിടെ പറയാം, ഞാൻ അതിൽ ആലയം പണിയും. നിരാശപ്പെട്ട് ജീവിക്കുന്നവരാണ് ഈ ഇസ്രായേൽ മക്കൾ മുഴുവൻ. ബാബിലോണിൽ നിന്ന് വന്ന് 50,000-ഓളം വരുന്ന ആളുകൾ യെരുശലേം ദേവാലയം പണിതുകൊണ്ടിരുന്നപ്പോൾ അത് പണി പൂർത്തീകരിക്കാൻ അനുവദിക്കാതെ ഇസ്രായേലിന് അന്നും ഇന്നും ശത്രുക്കളുണ്ട്. ദൈവസഭയും ചിന്തിച്ചോണം, നമുക്കും പിശാച് നമ്മുടെ ശത്രുവാണ്.
ഇസ്രയേലിൻ്റെ ശത്രുവാണ്. അതുകൊണ്ട് അവൻ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ വഴികളും ലോകത്തിലുണ്ടാകും. ഇത് അന്നും ഈ യെരൂശലേം ദേവാലയം പണിയാനായിട്ട് കോരേശ രാജാവ് കൽപ്പന കൊടുത്തപ്പോൾ അവിടെ വന്ന് യെരൂശലേമിൽ വന്ന് പണിയാൻ വന്ന 50,000-ഓളം പേരെ പണിയിപ്പിക്കാതെ തടഞ്ഞപ്പോൾ കർത്താവ് പറയാണ്, ഞാൻ ആലയം അതിൽ പണിയും. ദൈവസഭയെക്കുറിച്ച് നമുക്ക് സന്തോഷത്തോടെ ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യം കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും സഭയെ പണിയുന്നൊരു കർത്താവ് നമ്മളോടുകൂടി ഉണ്ട് എന്നുള്ളത് ദൈവസഭയ്ക്ക് വലിയൊരു ധൈര്യമാണ്. ഏറ്റവും ഒടുവിൽ കർത്താവ് പറയുന്നത്, ഞാനതിന് അഭിവൃദ്ധി നൽകും. പട്ടണങ്ങൾ, ഇസ്രയേലിൻ്റെ പട്ടണങ്ങളിൽ അഭിവൃദ്ധി നൽകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് വിശ്വസിക്കുക. ബുദ്ധിമുട്ടുകളൊക്കെ മാറും, സങ്കടങ്ങളൊക്കെ മാറും. ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ പ്രതികൂലങ്ങളൂടെ പോയതാണ്. തകർന്ന് തരിപ്പണമായി ഇനി ഒന്നും അവശേഷിക്കില്ല എന്ന് വിചാരിച്ചിടത്തു നിന്നാണ് ദൈവം എന്നെ ഇത്രത്തോളമൊക്കെ കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞത്, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ഇന്ന് രാത്രി ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. ഞാൻ ഹൈ റേഞ്ചിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഉണ്ടായിരുന്നില്ല. 1 രൂപ പോലും ഇല്ല. ഉള്ള കിടപ്പാടും എല്ലാം വിറ്റ് ഞാൻ തീർന്നു. ഞാൻ കള്ളുകുടിച്ച് വിറ്റൊന്നുമല്ല. ഞാൻ സുവിശേഷ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലൊക്കെയാണ് എനിക്കത് നഷ്ടപ്പെട്ടു പോയത്. പക്ഷേ ഞാൻ പറഞ്ഞത്, അത് ദൈവഹിതമായിരുന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ ആവേശം കൊണ്ട് ഒരു പക്ഷേ ചെയ്തതായിരിക്കാം. പക്ഷേ ഒന്നുമില്ലാത്തവനായിട്ടാണ് ഞാൻ നാട്ടിൽ വന്നത്. പക്ഷേ എനിക്ക് ഇന്ന് കയറിക്കിടക്കാനെങ്കിലും ഒരു മാന്യമായ വീടും ദൈവജനത്തിൻ്റെ മധ്യേ ഒരു സ്ഥാനവും ഒക്കെ ലഭിച്ചത് കർത്താവ് എന്നോട് കാണിച്ച അനുഗ്രഹമാണ്, ആത്മീയോപതി. നമ്മൾ തകർന്ന് തരിപ്പണമായി. പിന്നെ എൻ്റെ അനുഭവത്തിൽ ജീവിതത്തിലെ കടബാധ്യതകളും പ്രശ്നങ്ങളും പുരവങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഞാൻ കടന്നു പോയപ്പോൾ ഇതിൽ ഇപ്പോൾ ധൈര്യപ്പെടുന്നത്, ഞങ്ങളുടെ കഷ്ടതകളിൽ ഞങ്ങളെ ദൈവം ആശ്വസിപ്പിച്ചുകൊണ്ട് ആ ആശ്വാസത്താൽ സകല കഷ്ടതയിലുമുള്ളവരെ ഞങ്ങൾ ആശ്വസിപ്പിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്തിനാണ്? അങ്ങനെ കടന്നു പോയെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ വേദനകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഞാൻ എൻ്റെ കടബാധ്യതകളുടെ മുമ്പിൽ ആത്മഹത്യ ചെയ്യാനൊന്നും പോയില്ല. എല്ലാം അവസാനിച്ചപ്പോഴും ധൈര്യമായിട്ട് നിന്നു. എല്ലാവരും പരിഹസിച്ചു, എല്ലാവരും തള്ളിപ്പറഞ്ഞു. വിശ്വാസ സമൂഹം തന്നെ ഒറ്റപ്പെടുത്തിയൊരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ കയ്യിൽ യാതൊരു കുരുത്തക്കേടും കാണില്ല. ഞാൻ ഇന്നുവരെ ജനിച്ചിട്ട് ഇന്നുവരെ ലോകപ്രകാരമുള്ള ഒരു തെറ്റിൻ്റെയും പുറകെ പോയിട്ടുള്ള ഒരാളല്ല ഞാൻ. അങ്ങനെ അനാവശ്യമായിട്ടൊന്നും ഞാൻ കളഞ്ഞവനല്ല. പക്ഷേ ചില സാഹചര്യങ്ങളിലൊക്കെ നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഞാൻ പറഞ്ഞത്, അവിടെയൊക്കെ ധൈര്യം നൽകി എന്നെ നിലനിർത്തിയ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ, എന്നെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് മാന്യമായി എൻ്റെ വീട്ടിൽ വന്ന് കയറി താമസിക്കത്തക്കവണ്ണം ഒരു ക്രമീകരണം ഉണ്ടായി. ഞാൻ ഒരിക്കൽ ചിന്തിച്ചു, വാടകയ്ക്ക് താമസിക്കുന്ന സമയത്ത് മരിച്ചാൽ എന്നെ എവിടെ കൊണ്ട് വെക്കുമെന്ന് ചിന്തിച്ച സമയങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് മാന്യമായൊരു വീട് ദൈവം തന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ജോലി ലഭിച്ചു. ഞാൻ പറഞ്ഞത്, പ്രതികൂലങ്ങളിൽ നിന്ന് നമുക്കൊരു വിജയം ഉണ്ടാകുമെന്നേ. അത് വിശ്വസിക്കുക. ഇന്നത്തെ കഷ്ടതകളും പ്രയാസങ്ങളും മാറും. ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എൻ്റെ ജീവിത വിവരം കൊണ്ട് എത്രയോ പേരാണ് ഈ ദിവസങ്ങളിൽ പലരും വിളിച്ച്, എൻ്റെ ക്ലാസ് കേട്ട് പലരും വിളിച്ച് ചിലർ ആത്മഹത്യ ചെയ്യാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച് പറയുക. ഞാൻ പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ആത്മഹത്യയിലേക്ക് പോകുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള പ്രതിസന്ധി നിങ്ങൾക്ക് മാറ്റാൻ ദൈവത്തെ കൊണ്ട് പറ്റുമെങ്കിൽ അത് പറ്റുമെന്ന് വിശ്വസിക്കുക. അത് ദൈവം മാറ്റും. പിന്നെന്തിനാണ് നിങ്ങൾ പരിഹരിക്കുന്നത്, ആത്മഹത്യയിലേക്ക് പോകുന്നത്? വളരെ രസകരമായ ഒരു കോമഡി സീൻ കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ വർക്കിനോടുള്ള ബന്ധത്തിൽ കേട്ട ഒരു കാര്യമാണ്. അതായത് ഒരാൾ കടബാധ്യത വന്ന് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തിൻ്റെ ഈ ശവോടൊക്കെ കാണാൻ വേണ്ടി പോയി. അതൊന്നും യാഥാർത്ഥ്യമല്ല, ഒരു ഭാവനയിൽ ഒരാളുണ്ടാക്കിയൊരു സ്റ്റോറിയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ അപ്പൻ ഇരുന്ന് പറയുക, അതായത് ഈ ആത്മഹത്യ ചെയ്തവൻ്റെ അപ്പൻ ഇരുന്ന് പറയുക, അവൻ 10 ലക്ഷം രൂപ കടബാധ്യത ഉണ്ടെന്നും പറഞ്ഞ് അവൻ ആത്മഹത്യ ചെയ്തു. ഇവനത് എന്നോട് പറയാൻ മേലാഞ്ഞോ, ഞാൻ 20 ലക്ഷം രൂപ അവന് വേണ്ടി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴീ ആത്മാവ് പറയുക, എന്നാൽ പിന്നെ തനിക്കത് നേരത്തെ പറയാൻ മേലാഞ്ഞോ എന്ന് ചോദിച്ചു. എനിക്കത് രസകരമായിട്ട് തോന്നി. നമ്മുടെ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നു, ഇനി ഒരു സാധ്യതയും ഇല്ല എന്ന് വിചാരിക്കുമ്പോഴാണല്ലോ ഇങ്ങനെയുള്ള പണിക്കൊക്കെ പോകുന്നത്. ഞാൻ പറയുന്നൊരു ദൈവത്തിൽ വിശ്വസിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും അത് പരിഹരിക്കാൻ ദൈവത്തെ കൊണ്ട്. പക്ഷേ അതിന് സമയമെടുക്കും. കാരണം ദൈവം അസാധാരണമായ കാര്യങ്ങളല്ല ഇവിടെ ചെയ്യുന്നത്. സാധാരണ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ നിങ്ങൾ അധ്വാനിച്ച് പണമുണ്ടാക്കി നിങ്ങളുടെ ജീവിത സാധനം, അല്ല രാത്രിയിൽ ആകാശത്തിൽ നിന്ന് ഒരു കെട്ട് നോട്ട് നിങ്ങളുടെ വീട്ടിലിട്ട് ഇറക്കി തരുന്ന പരിപാടിയൊന്നും അല്ല. രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ചികിത്സാ കാര്യങ്ങളിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അസാധാരണമായ കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയല്ല, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നാലും അത് പരിഹരിക്കും. അതുകൊണ്ട് ഞാൻ അഭിവൃദ്ധി നൽകും. അത് മാത്രമല്ല,
ഇനിയും യെരൂശലേമിനെ തിരഞ്ഞെടുക്കും. ഇസ്രായേൽ ദൈവത്തിൽ നകന്നുപോയൊരു ജനമാണ്, ദൈവത്തെ തള്ളിക്കളഞ്ഞ ജനമാണ്, ക്രിസ്തുവിനെ ഉപേക്ഷിച്ച ജനമാണ്. ഇന്ന് ഒരു ലോകത്തിൽ ഒരു ഭാരമുള്ള കല്ലായിരിക്കുന്നതിൻ്റെ ഒരു പക്ഷേ കാരണം ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ്. മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തരാൻ വഴിക്കരുത്, പക്ഷേ അതിൻ്റെ അർത്ഥം ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞെന്നല്ല. ലോകത്തിൽ ഇസ്രായേലിനെതിരായി വലിയ വലിയ ആലോചനകളും കാര്യങ്ങളും വരുമ്പോൾ മനസ്സിലായിക്കോണം, അതൊക്കെ വേദപുസ്തകം നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ബൈബിൾ പറഞ്ഞിരിക്കുന്നത് സകല ജാതികളും നിങ്ങൾക്കെതിരായിട്ട് തിരിയും. ഇസ്രായേലിനെതിരായി സകല രാജ്യങ്ങളും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം അത് അവരുടെ പ്രവർത്തനം കൊണ്ടായിരിക്കാം. എന്നാൽ വചനം പറഞ്ഞത് കൃത്യമായിട്ട് തെളിയിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം പറയട്ടെ, അവരെ വീണ്ടെടുപ്പുകാരൻ മടങ്ങി വരാൻ പോവുകയാണ്. ആ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രിയിലെ ക്ലാസ് നിങ്ങൾ കേൾക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ചോദ്യങ്ങൾ വാട്സപ്പിൽ അയക്കുന്നതാണ് സന്തോഷം. തീർച്ചയായിട്ടും മറുപടികൾ നൽകാൻ പറ്റുന്നത് വാട്സപ്പിൽ കുറച്ചുകൂടെ വിശദമായി എനിക്ക് മറുപടികൾ നൽകാൻ പറ്റും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ണീരിൻ്റെ അനുഭവങ്ങളും വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്നെ വിളിച്ച് പറ. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളെ വന്ന് കണ്ട് സംസാരിക്കേണ്ടത് എവിടെയാണെങ്കിലും നിങ്ങളെ വന്ന് കണ്ട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ വന്ന് സംസാരിക്കാം, നിങ്ങളെ കൗൺസിലിംഗ് നൽകാം. മദ്യപാനമോ പുകവലിയോ എന്തെല്ലാം തരത്തിലുള്ള അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും അതിൽ നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്കൊരു ക്ലിനിക്കൽ കൗൺസിലിംഗ് നൽകാൻ ഞങ്ങൾ തയ്യാറാണ്, സ്പിരിച്വൽ കൗൺസിലിംഗ് നൽകാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കണം എന്നുള്ള കാര്യം കൂടെ പ്രത്യേകിച്ച് ഓർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.